BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മകൾ ലക്ഷ്മിയുടെ ഓർമ്മയ്ക്ക് മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 1 ലക്ഷം രൂപ നൽകും. സഹായവുമായി സുരേഷ് ഗോപി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ധനസഹായവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ കുടുംബ ട്രസ്റ്റ് മരിച്ചവരുടെ കുടുംബത്തിന് 1 ലക്ഷം രൂപ വീതം നൽകും. മകൾ ലക്ഷ്മിയുടെ ഓർമ്മയ്ക്കായി സ്ഥാപിതമായതാണ് ട്രസ്റ്റ്. നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് പകരമാവില്ല ഈ സഹായം. എങ്കിലും തകർന്നുപോയ ജീവിതങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമേകുവാൻ ആ കുടുംബങ്ങൾക്കായുള്ള ഈ എളിയ കരുതൽ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു. നിതിൻ രാജിന്റെ മരണം. ആരോപണ വിധേയരായ അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. തലശ്ശേരി സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. ഡോക്ടർ MK റാം, ഡോക്ടർ KT സംഗീത നമ്പ്യാർ എന്നിവരാണ് ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. സംഭവ ദിവസം ഉച്ചയ്ക്ക് 1 മണി മുതൽ 1:10 വരെ പ്രിൻസിപ്പലിന്റെ ക്യാബിനിൽ നിതിൻ ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടർ റാമിന്റെ അഭിഭാഷകൻ വാദിച്ചു. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട സംസാരമുണ്ടായി. ഈ സമയം റാം പ്രിൻസിപ്പൽ ക്യാബിനിൽ ഉണ്ടായിരുന്നില്ല. അവസാന നിമിഷം നിതിനുമായി ഒരു സംസാരവും ഉണ്ടായിരുന്നില്ല. 1 മാസം മുൻപേ അധിക്ഷേപിച്ചു എന്നാണ് റാമിനെതിരായ ആരോപണം. പ്രിൻസിപ്പൽ കൃത്യമായ കാര്യങ്ങൾ രക്ഷിതാക്കളെ ബോധിപ്പിച്ചില്ല. അങ്ങനെയെങ്കിൽ രക്ഷിതാക്കൾ ഇത്തരത്തിൽ പരാതി നൽകില്ലായിരുന്നു. ജാതി അധിക്ഷേപമില്ലെന്ന് മറ്റു കുട്ടികൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് പോയ ശേഷമാണ് നിതിൻ ആത്മഹത്യ ചെയ്തത് എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുമുണ്ട്. ഡോക്ടർ റാമിന്റെ അഭിഭാഷകൻ വാദിച്ചു. ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ പേര് ചേർത്തത് വ്യാജമായല്ല, വിവരാവകാശ രേഖ പുറത്ത്. കോൺഗ്രസ് നേതാവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ പേര് ചേർത്തത് വ്യാജമായിട്ടല്ലെന്ന് വിവരാവകാശ രേഖ. റേഷൻ കാർഡ് ഉടമയുമായി ബന്ധം തെളിയിക്കുന്ന രേഖ, മറ്റനുബന്ധ വിവരങ്ങൾ, ആധാർ കാർഡ് ഇവയടക്കം നൽകിയാണ് ഓൺലൈനായി അപേക്ഷ നൽകി റേഷൻ കാർഡിൽ പേര് ചേർത്തതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ തയ്യാർ വ്ളാഡിമിർ പുടിൻ. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. കൂടിക്കാഴ്ച സമാധാന കരാറുകൾ അന്തിമമാക്കുന്ന സമയത്തായിരിക്കുമെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ്. റഷ്യയും ബെലാറസും ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സെലൻസ്കി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. RSS സ്ത്രീകളെ 2ാം കിടക്കാരായാണ് കാണുന്നത്. ഈ ഗവൺമെന്റും നരേന്ദ്രമോദിയുമാണ് വനിതാ സംവരണം തകർത്തത്. ജബി മേത്തർ MP. 2014 മുതൽ രാജ്യത്തെ സ്ത്രീകളെ പറഞ്ഞു പറ്റിക്കുന്ന ഭരണകൂടത്തെയും പ്രധാനമന്ത്രിയുമാണ് നമ്മൾ കണ്ടത്. രാജ്യത്തെ സ്ത്രീകളെ പറഞ്ഞു പറ്റിക്കുന്ന തങ്ങളുടെ ഉപകരണമാക്കി മാറ്റുന്ന സർക്കാരാണിത്. ഇന്ത്യയിലെ സ്ത്രീകളെ വിഡ്ഢികളാക്കുവാൻ ശ്രമിക്കരുത്. ലോക്സഭയിലും നിയമസഭകളിലും 33% സംവരണം തങ്ങൾക്ക് ലഭിക്കണമെന്ന സ്വപ്നം രാജ്യത്തെ വനിതകൾ കാണുന്നുണ്ട്. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് രാജ്യത്തെ ഭരണഘടനയെ നശിപ്പിക്കുവാനുള്ള ശ്രമം നടക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച സംഭവം. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടി DMO. ചിറയൻകീഴിൽ പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടി DMO. ആശുപത്രിയിൽ നിന്നും വേണ്ടത്ര ചികിത്സ ലഭ്യമായില്ലെന്ന ആരോപണവുമായി ബന്ധപ്പെട്ടാണ് റിപ്പോർട്ട് തേടിയത്. ചിറയൻകീഴ് സ്വദേശികളായ ദിലീപ്, അനു ദമ്പതികളുടെ മകൻ ദിക്ഷലിനാണ് ജീവൻ നഷ്ടമായത്. സംഭവത്തിന് ശേഷം നാട്ടുകാർ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മൂർഖൻ പാമ്പിനെ പിടികൂടി. ഇതിനിടെയാണ് കുട്ടിയെ ആദ്യം എത്തിച്ച ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ നിന്നും വേണ്ടത്ര ചികിത്സ ലഭ്യമായില്ലെന്ന് കുടുംബം പരാതി ഉന്നയിച്ചത്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ഉച്ചയ്ക്ക് 12:30 ശേഷം കൊല്ലം, പാലക്കാട് ജില്ലകളിലും ചൂട് പൊതുവെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മറ്റെല്ലാ ജില്ലകളിലും കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങും. 2024 ശേഷം ആദ്യമായാണ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.